ഈ സെക്സിലി ഈ ആണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പെർഫോമൻസ് ആങ്സൈറ്റി വരുന്നത്? പെർഫോമൻസ് ആങ്സൈറ്റി കോമൺ ആയിട്ട് വരുന്നത് ഈ പോൺ അഡിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോണും റിയൽ ലൈഫും വ്യത്യാസമുണ്ട്. അപ്പൊ പോണിലുള്ള ഹീറോ പെർഫോം ചെയ്യുന്നത് അത് കണ്ടിട്ട് അതേപോലെ പെർഫോം ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ റിയൽ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആവത്തുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ സ്വന്തം പാർട്ട്ണറുടെ മുമ്പിൽ ഹീറോ ആവാനുള്ളൊരു ഇതും ഉണ്ടാവും. വേറൊരു കൂട്ടർക്ക് ഞാൻ ഫെയിലിയർ ആവുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടാവും. ഇതെല്ലാം കൂടി പിന്നെ ജനറൽ ആങ്സൈറ്റി ഉള്ളവരുണ്ട്. പിന്നെ ഇത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആണുങ്ങളിലും ഉണ്ടാവും, ട്രോമയൊക്കെ ഉണ്ടാവും. ഇതുള്ള അനുഭവങ്ങളും കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെറ്റായ ഇൻഫർമേഷൻസ്, അതേപോലെ എനിക്ക് ആവാൻ പറ്റുമോ, ഇതെല്ലാം കൂടി അവരിലേക്ക് ആങ്സൈറ്റി ഉണ്ടാവും. ഈ സ്ട്രെസ് വരുന്ന സമയത്ത് എന്താവും, ബ്രെയിൻ ഇവിടുന്ന് കട്ട് ചെയ്യും. കാരണം സ്ട്രെസ് ഹോർമോൺ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഈ റിലാക്സ്ഡ് സെക്സിലേക്ക് പറ്റില്ല. സെക്സ് എപ്പോഴും റിലാക്സ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഇറക്ഷൻ വരും നടക്കൂല, രണ്ടാമത് ടൈമിങ്ങും കിട്ടൂല, കറക്റ്റായിട്ട് അത് ചെയ്യാനും പറ്റൂല. അപ്പൊ ഇതാണ് അതിന്റെ കാരണം. അപ്പൊ ഈ സ്ട്രെസ്സും സെക്സും കണക്റ്റഡ് ആണ്. സ്ട്രെസ്സും സെക്സും വളരെ കണക്റ്റഡ് ആണ്. സ്ട്രെസ് ഇതിനെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഹൈ സ്ട്രെസ് ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൽ ലൈഫിൽ വളരെ പുവർ പെർഫോമൻസ് ആയിരിക്കും. റിലാക്സ്ഡ് സിറ്റുവേഷനിൽ മാത്രമാണ് ദ ബെസ്റ്റ് സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ടൈമിങ്ങും ഈ ഇറക്ഷനും എല്ലാ പ്രോബ്ലംസും നമുക്ക് പരിഹരിക്കാവുന്നത് റിലാക്സ് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് സ്ട്രെസ്സാണ് റൂട്ട് കോസ് പലരുടെയും പ്രോബ്ലത്തിൻ്റെ. ആ സ്ട്രെസ്സിനെ പരിഹരിക്കുകയാണ് വേണ്ടത് ആദ്യം.